ഏകദേശം ഒരു 540-560 ലിറ്റർ പാൽ ഒരു ദിവസം ഒരു ദിവസം ഉണ്ട്. ആരോഗ്യം മെച്ചപ്പെട്ടു, പാല് കൂടുന്നു. പാല് കൂടി ഫുള്ള് TMR-ലാണ് നമ്മുടെ ഫുള്ള് TMR-ലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. കൂട് ക്ലീൻ ആയിട്ട് കിടക്കും. എപ്പോഴും ഓക്കെ, അത് ഫാം എപ്പോഴും ക്ലീൻ ആയിരിക്കും. TMR കൊടുത്തതിന് ശേഷം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇതെന്നാന്ന് വെച്ചാൽ ലേബർ. അതെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ശരി, നമസ്കാരം. നമ്മളൊരു ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ പരിസരം നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ അവിടുത്തെ ഫാമിനകത്തുള്ള ഈ ചാണകം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അവിടുത്തെ പശുക്കൾ എത്രത്തോളം ആരോഗ്യമുള്ളതാണ്, അതുപോലെ തന്നെ അവിടുത്തെ പാല് എത്രത്തോളം ഗുണമേന്മയുള്ളതെന്നുള്ള കാര്യം. ഞാനിപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി നമ്മുടെ ഷിബിച്ചേട്ടന്റെ കണ്ണൻ ഡയറി ഫാമാണ്. കഴിഞ്ഞ ഒരു 23 വർഷമായിട്ട് നമ്മുടെ ഈ ഒരു ഫാം ഉണ്ട് അല്ലേട്ടാ? അതെ. ഓക്കെ, ഇവിടെ ഏകദേശം ഒരു 60-ലധികം പശുക്കളും ഉണ്ട്. ഞാൻ ഗൾഫിലായിരുന്നു, പ്രവാസിയായിരുന്നു. ഓക്കെ, എത്ര നാളായി പ്രവാസി? ഞാനൊരു 14 വർഷത്തോളം ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം ഫാം നാട്ടിലുണ്ട്? ഫാമുണ്ട്. വൈഫ് ഒരു 3-4 പശുവൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ. അതിനുശേഷം എനിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ എനിക്ക് ദേഹത്ത് ചെറിയൊരു അസുഖത്തിന്റെ പ്രശ്നം, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നുള്ളൊരു ഇത് വെച്ചു. അപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതിനുശേഷത്തേനും വൈഫും, അപ്പം അന്ന് നമ്മുടെ ക്ഷീരവികസന ഓഫീസിലുണ്ടായിരുന്ന ഉദയകലമാടവും ജയൻ സാറെന്നും പറഞ്ഞൊരു രണ്ടുപേർ, അവരാണ് എന്നെ ഇതിലേക്ക് പ്രചോദനം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്. അത് പിന്നെ 5 പശുവായി, പിന്നെ 10 പശുവായി, പിന്നെ 15 പശുവായി, അങ്ങനെ കൂടി 60-ലധികം പശുക്കളായി. അപ്പൊ അത് ഞാനിപ്പോ ഏകദേശം ഒരു 250 പശുവിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്ലാനിലേക്കാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഒരു 2 മാസത്തിനകം നമ്മൾക്കിപ്പോ ഒരു 150 പശുവിലേക്ക് ഡബിൾ ആവും. 150 പശുവിലേക്ക് ആവും. അപ്പൊ അതിന്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെല്ലറ്റുകളും കൈതയായിരുന്നു ഞാൻ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പോയി സാധനങ്ങൾ എടുത്തോണ്ട് വന്ന, എനിക്ക് ഫ്ലവർ മില്ലുണ്ട്, കാലിത്തീറ്റ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. അത് സാധനങ്ങൾ കുറെ ഐറ്റംസ് മിക്സ് ചെയ്ത് നമ്മൾ തന്നെ തീറ്റ ഉണ്ടാക്കി. കാലിത്തീറ്റയുടെ വില കൂടിയപ്പോഴത്തേന് ഞാൻ ആ ഒരു രീതിയിലേക്ക് പരീക്ഷിച്ചു. അപ്പൊ അങ്ങനെ കുറെ നാൾ അങ്ങ് കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ കൈതയും കാലിത്തീറ്റയും തന്നെയാക്കി. അതിനുശേഷമാണ് ഈ ട്രൂമിൽ എന്ന് പറഞ്ഞൊരു സാധനം വന്നത്. നമുക്ക് ഇത് വരുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ സീനിയർ വെറ്ററിനറി സർജൻ ബിനു ഡോക്ടറാണ് എനിക്ക് ഇതിനോട് സജസ്റ്റ് ചെയ്തത്. അപ്പം ബിനു ഡോക്ടർ തന്നെ എനിക്ക് നമ്പർ തരുന്നു. ഞാൻ അവരുമായിട്ട് വിളിച്ച് സംസാരിക്കുന്നു. സംസാരിച്ചതിന് ശേഷം അവരെനിക്ക് ആദ്യമേ സാമ്പിൾ കൊണ്ടുതരുന്നു. ആ സാമ്പിൾ കൊടുത്ത് അപ്പൊ അവരാദ്യമേ തന്നെ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് നമ്മൾ മാറ്റരുത്, ഇത് കുറെ പതുക്കെ ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു വിജയമാണെന്നുള്ള ഒരു രീതിയിലേക്ക് ആയപ്പോൾ ഞാനിത് കംപ്ലീറ്റ് നിർത്തി. കൈത എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കി, പെല്ലറ്റ് ഒഴിവാക്കി. അപ്പൊ ഈ ഒരു TMR മാത്രമാണ് ഇത്രയും 60-ലധികം പശുക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊടുത്തതിന് ശേഷം ചേട്ടൻ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായത്? ഒന്ന്, പശുവിന്റെ അസുഖം ഏറ്റവും ഭയങ്കര പ്രാധാന്യമാണ്. പിന്നെ ഞാൻ ആദ്യം ഓർത്ത പശുവിന് ക്ഷീണം വരുമെന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ പശുവിന് യാതൊരു ക്ഷീണവും ഒന്നുമില്ല, ആരോഗ്യം മെച്ചപ്പെട്ടേ. ഒന്ന്, നമ്മൾ കൈത ഇത് ചെയ്യണം, കൈത എരിയാൻ പോകണം, അതായത് പുല്ല് വെട്ടാൻ പോകണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവായി നമുക്ക് ഇത് മാത്രം കൊടുത്ത് അപ്പൊ ലേബർ നമുക്ക് എന്തായാലും കുറയ്ക്കാൻ പറ്റി. നമുക്ക് മിനിമം ഏറ്റവും കൂടുതൽ എനിക്ക് 2 ഫാമിലെങ്കിലും വേണം. ഏറ്റവും കുറഞ്ഞത് അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പൊ എത്ര സ്റ്റാഫ് നമുക്ക് ഇത്രയും പശുക്കൾ? എനിക്കിപ്പം ഞാൻ ഇത് കണ്ടോണ്ട് നേരത്തെ തുടങ്ങിയപ്പോ തന്നെ ഞാൻ 2 ഫാമിലിയാണ് വെച്ചത്. 4 പേരെയാണ് വെച്ചിരുന്നത്. പക്ഷെ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ 4 പേരുടെ ആവശ്യമില്ല. അതിപ്പോ മുമ്പോട്ട് പശുക്കളെ കൂട്ടുന്നത് കൊണ്ട് ഞാൻ അവരെ വിടാതെ ഞാനിപ്പോ ഇവരെ ഈ 4 പേരെ വെച്ചോണ്ട് തന്നെ ഇത് ചെയ്ത് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, അല്ല വേറെ ഒന്നുമില്ല. ഇതും വെള്ളമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് പശുക്കൾ കഴിക്കാൻ ഭയങ്കര ആർത്തിയോടെ കഴിക്കുന്നത്. ഒരു പ്രശ്നമില്ല. കൊടുക്കേണ്ട താമസം അവർ പെട്ടെന്ന് ഒരു ദിവസം 2 നേരം എങ്ങനെ കൊടുക്കുന്നത്? ഞാൻ രാവിലെ കൊടുക്കുന്നുണ്ട്. കറവ കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇത് കൊടുക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് കറവ കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇത് കൊടുക്കും. കേരളത്തിൽ അങ്ങോളം ധാരാളം കർഷകർ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്, അല്ലേ? ഇത് കണ്ടിട്ട് ചേട്ടനോട് ആൾക്കാർ ചോദിക്കാറുണ്ടോ? എന്നോട് ചോദിക്കുന്നുണ്ട്, ഒത്തിരി പേര് വിളിച്ച് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഞാനപ്പോ എല്ലാവരോടും നല്ല അഭിപ്രായം തന്നെയാണ്. നമ്മുടെ അനുഭവം നമ്മൾ പറയും. ഓക്കെ.